നമ്മളെ ഒരു വീഡിയോയിൽ ഒരു തോരൻ ഉണ്ടാക്കുന്ന വീഡിയോയിലേ ഒരാള് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, തോരന് മുളക് പൊടിയോ? ഞാൻ മുളക് പൊടി തോരന് ചേർക്കുന്നത് ആദ്യമായിട്ട് കാണുവാന്ന് പറഞ്ഞ് അവർ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയാതെ അത് ചിലര് പല വീടുകളിലും ഉണ്ടാവും, പല രീതിയിലുള്ള കുക്കിംഗ് ഉണ്ടാവും. അപ്പൊ തോരന് കാന്താരിമുളക് ചേർക്കണവരുണ്ടാകും, പച്ചമുളക് ചേർക്കണവരുണ്ടാകും, ചതച്ച മുളക് ചേർക്കണവരുണ്ടാവും, മുളക് പൊടി ചേർക്കണവരുണ്ടാവും. എല്ലാം ഈക്വലി ഗുഡാണ്. എന്റെ അഭിപ്രായം ഞാൻ ഷെയർ ചെയ്യണതാട്ടോ. അപ്പൊ കാന്താരിമുളക് ചേർത്ത ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും തോരന്, പച്ചമുളക് ചേർത്താൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും, മുളക് പൊടി ചതച്ച മുളക് പൊടിയും ചേർത്താൽ ഏതാണ്ട് ഒരു ടേസ്റ്റിന് വ്യത്യാസം അങ്ങനെ വരൂല. ചതച്ച മുളക് പൊടിയാണെങ്കിൽ കളറ് കുറവായിരിക്കും, മറ്റേ ചുമന്ന മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ കളർ ഉണ്ടാവും. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് അവരവരുടെ വീടുകളിൽ അവരവർ പാചകം ചെയ്യുന്നു. ഞാൻ ഈ കാന്താരിമുളക് കൂടുതലും ചേർക്കാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എരിവ് ഒന്നാമത്തെ കാര്യം. ചിലതിന് എന്നാലും ചേർക്കാറുണ്ട്. അപ്പൊ കാന്താരിമുളക് ചതച്ചിട്ട് കഴിയുമ്പോൾ മിക്കവാറും ഇച്ചിരി എരിവ് മുന്നിൽ പോകും. അപ്പൊ തോരന് അധികം എരിവ് ഇവിടെ താല്പര്യമില്ല. തോരന് തന്നെയില്ല, ഒരു കറിക്കും അധികം എരിവ് താല്പര്യമില്ല. പിന്നെ ഇച്ചിരി ഒരു കളർഫുൾ ആയിട്ടിരിക്കും എന്ന് കരുതിയാണ് അത് ചെയ്യാറ്. എന്ന് വിചാരിച്ച് ഇത് ചേർക്കാത്ത കാന്താരിമുളക് ചേർത്ത് ഉണ്ടാക്കണ തോരനും നമ്മുടെ കയ്യിലുണ്ട്. ഞാനപ്പോൾ അഭിപ്രായം ഷെയർ ചെയ്തതാണ്. ഓരോ വീട്ടിലും ഓരോ രീതിയിലായിരിക്കും കുക്കിംഗ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പം ആ വീട്ടിലുള്ളവരുടെ ടേസ്റ്റ് അനുസരിച്ച് ആ വീട്ടുകാർ കുക്ക് ചെയ്യണം, അത്രയേ ഉള്ളൂ.